ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഈ ഒരു സമയത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ എന്നാണോ ഈ ഒരു വീഡിയോയിലോട്ട് അട്രാക്ട് ചെയ്ത് വരുന്നത്, അതാണ് കറക്റ്റ് ടൈം ഇത് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പൈൽ സെലക്ഷൻ നടത്താം. നിങ്ങൾക്ക് ഓൾറെഡി 2 പിക്ചേഴ്സ് കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ പൈൽ സെലക്ഷൻ ചെയ്യുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. താങ്ക് യു പൈൽ നമ്പർ 1. താങ്ക് യു. Three of Pentacles, 7 of Wands, 9 of Cups, 5 of Pentacles. ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ റീബിൽഡ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് പാസ്റ്റിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആക്ഷൻസ് എടുക്കാൻ സാധിച്ചില്ല, എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം കൊണ്ടിട്ട് എന്തെങ്കിലും സ്റ്റോപ്പായി പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ദിവസം വന്നിട്ട് അത് റീബിൽഡ് ചെയ്യുക, കുറച്ചും കൂടെ അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുക, അതിനെന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇത് കുറച്ച് പേരുടെ ലൈഫായിരിക്കാം, ജീവിതമായിരിക്കാം. എവിടെയൊക്കെയാണ് കുറച്ചും കൂടെ കറക്റ്റ് ചെയ്യേണ്ടത്, എവിടെയൊക്കെയാണ് കുറച്ചും കൂടെ ഞാൻ ആക്ഷൻസ് എടുക്കേണ്ടത്, ഓക്കെ, അതനുസരിച്ചിട്ട് മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന പല കാര്യങ്ങളും, കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ഊർജ്ജമായിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റിലെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളായിരിക്കാം. അപ്പോൾ അതൊക്കെ കുറച്ചും കൂടെ ലെറ്റ് ഗോ ചെയ്തിട്ട് നിങ്ങളെ കുറച്ചും കൂടെ മുന്നോട്ട് കൊണ്ടുവരിക, റീബിൽഡ് ചെയ്യുക. ഓക്കെ, ആ ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് പേരോട് പറയുന്നുണ്ട് കുറച്ചും കൂടെ പേഷ്യൻസും ഈ ഒരു സമയത്ത് ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. ഓക്കെ, ഇവിടെ ഓക്കെ ബാക്കിലും 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ബാലൻസ്, എല്ലാ കാര്യങ്ങളും കുറച്ചൊരു ബാലൻസ്ഡ് ആയിട്ട് കുറച്ചുകൂടി സമാധാനപരമായിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ മറ്റുള്ളവരുടെ ഒപ്പീനിയൻ, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ചിലപ്പോൾ നിങ്ങളെ ട്രിഗർ ചെയ്യുന്നുണ്ടാകാം, നിങ്ങളുടെ ഇഷ്ടത്തിന് എതിരായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, പലരും തൻ്റെ ഇഷ്ടത്തിന് എതിരെയാണ്, ഞാൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, ഒരു ഹാപ്പിനെസ് ലഭിക്കുന്നില്ല, സന്തോഷം ലഭിക്കുന്നില്ല. ആ ഒരു എനർജി കുറച്ച് പേരുടെ ഉള്ളിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം കുറച്ചും കൂടെ സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേരോട് കുറച്ചും കൂടെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കാനായിട്ടും പറയുന്നുണ്ട്. കുറച്ചും കൂടെ നിങ്ങൾ കാര്യങ്ങളെ പ്ലാൻ ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും ഈ ഒരു ദിവസം നിങ്ങൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നിങ്ങളുടെ അഫർമേഷൻ എന്താണ് ഈ ഒരു ദിവസത്തോട്ട്? പൈൽ നമ്പർ 1ൻ്റെ അഫർമേഷൻ. Today I am compassionate. Today I will reach out and help another person feel better about themselves. കുറച്ച് പേർക്ക് ഇത് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്ന ഒരു എനർജിയും ആകാം. എതിർപ്പുകൾ വരുന്നുണ്ട്, സാഹചര്യങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും അവിടെ ഞാൻ എങ്ങനെ എന്നോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് ആ ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു എനർജി, ആ ഒരു സ്നേഹം, ആ ഒരു സഹാനുഭൂതിയുടെ എനർജിയിൽ എനിക്ക് ഇരിക്കാനായിട്ട് സാധിക്കും. ചിലപ്പോൾ കുറച്ച് പേർക്ക് അതൊരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കാം, നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത കാര്യമായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ അടുത്തോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ അതിനെ റിജക്റ്റ് ചെയ്യുക, ഡിനൈ ചെയ്യുക, സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറയുക, അങ്ങനത്തെ ഒരു എനർജി, പേഷ്യൻസിൻ്റെ കുറവുണ്ടാകുന്നുണ്ടാകാം. പക്ഷേ ഇന്നത്തെ ദിവസം വന്നിട്ട് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നും നിങ്ങൾ ചെയ്യുന്ന ആ ഒരു റിയാക്ഷനിൽ നിന്ന് മാറിയിട്ട് വ്യത്യസ്തമായിട്ട് എനിക്കെന്ത് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതിനെക്കുറിച്ചിട്ട് തിങ്ക് ചെയ്യാനായിട്ടാണ് കുറച്ച് പേരോട് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഈ ഒരു സമയത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ എന്താണോ ഈ ഒരു വീഡിയോയിലോട്ട് അട്രാക്ട് ചെയ്ത് വരുന്നത്, അതാണ് കറക്റ്റ് ടൈം ഇത് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പൈൽ നമ്പർ 2. താങ്ക് യു.
Knight of Swords, 5 of Wands, 10 of Wands, Ace of Cups. ഏസ് ഓഫ് കപ്സിൽ നിന്നിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒത്തിരി ഹീലിംഗ് എനർജി, ഒത്തിരി പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എനർജി കടന്നു വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി, നിങ്ങളുടെ ഹാർഡ് വർക്കിന് എന്തെങ്കിലുമൊക്കെ ഒരു റിസൾട്ട് കിട്ടുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂ ബിഗിനിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ചും കൂടെ ഒരു ബാലൻസിലോട്ട് വരുന്ന ഒരു എനർജി ആയിരിക്കാം കുറച്ച് പേർക്ക് വന്നിട്ട്. കുറച്ച് പേര് പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നിങ്ങളുടെ ടൈം, എനർജി അതെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒത്തിരി സ്പിരിച്വൽ എനർജി ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം ഹിഡൻ ആയിട്ടിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലോട്ട് തെളിഞ്ഞു വരുന്നുണ്ടാകാം. സത്യത്തിൻ്റെ രൂപത്തിലായിരിക്കാം. ഓക്കെ, ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ ത്രൂ ആയിരിക്കാം. കുറച്ച് പേര് എന്തെങ്കിലുമൊക്കെ ഹെൽത്തി ഹാബിറ്റ്, എന്തെങ്കിലുമൊക്കെ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ടും ഈ ഒരു ദിവസം ശ്രമിക്കുന്നുണ്ടാകാം. എഫേർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു വിത്ത്, പുതിയൊരു സീഡ് നിങ്ങളുടെ ഉള്ളിൽ വിതയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന ഒരു എനർജിയും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് പിന്നീട് കുറേ നാൾക്ക് ശേഷം അത് നിങ്ങൾ കറക്റ്റായിട്ടുള്ള ആ ഒരു എൻവയറമെൻറ്റ്, ആ ഒരു സാഹചര്യം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് ആ ഒരു എനർജി ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒത്തിരി ചേഞ്ചസ്, ഒത്തിരി ഗ്രോത്ത് നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്ത് ഇൻറ്റൻഷൻസ് ആണ്, എന്ത് വേർഡ്സ് ആണ്, ഓക്കെ, എന്ത് കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്യുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള എനർജി, അല്ലെങ്കിൽ ഒത്തിരി ആർഗ്യുമെൻറ്റ്സ്, ഫൈറ്റ്, കോൺഫ്ലിക്റ്റ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് പറയുന്നത് പാസ്റ്റിലെ എനർജീസ് എല്ലാം ഇവിടെ എൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം പാസ്റ്റിലെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം നിങ്ങളിവിടെ ഒത്തിരി ടയേർഡാക്കി നിർത്തുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സെയിം ഓൾഡ് പാറ്റേൺസ് അല്ലെങ്കിൽ സെയിം സ്റ്റോറി റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു അഫർമേഷൻ്റെ രീതിയിൽ. അതാണ് നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റോറി, നിങ്ങൾ എന്താണോ ഡെയിലി നിങ്ങളെക്കുറിച്ചിട്ടൊരു കഥ പറയുന്നത്, അതിലെന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട്, പുതിയ രീതിയിൽ അതിനെ കാണാനായിട്ട്, എന്തെങ്കിലുമൊക്കെ പുതിയ എലമെൻറ്റ്സ് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. അതും ഇവിടെ നിങ്ങളുടെ ആ ഒരു ഹീലിംഗ് ജേർണിയിൽ ആ ഒരു ന്യൂ ഇൻറ്റൻഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നതാണ്. ഓക്കെ, നിങ്ങൾക്കുള്ള അഫർമേഷൻ എന്താണെന്ന് നോക്കാം. Today I am flexible. Today I will adapt to changes in my life with an open mind and a positive outlook. ഇന്നത്തെ ദിവസം വന്നിട്ട് കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആകാനായിട്ട് ശ്രമിക്കുക. ഫ്ലെക്സിബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് കുറച്ചും കൂടെ സാഹചര്യങ്ങളായിട്ട് കുറച്ചും കൂടെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒത്തിരി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു എനർജി, ഒത്തിരി കടുംപിടുത്തം പിടിച്ചിരിക്കുന്ന എനർജി, ഒട്ടും അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, ഞാൻ ഇതാണ് ചെയ്യുന്നത്, ഇങ്ങനെ തന്നെ വേണം, അങ്ങനത്തെ എനർജിയിൽ നിന്ന് മാറിയിട്ട് ലൈഫിനെ കുറച്ചും കൂടെ തുറന്ന മനസ്ഥിതിയോടുകൂടി പോസിറ്റീവ് ഔട്ട്ലുക്ക്, എൻ്റെ ലൈഫിൽ നല്ല കാര്യങ്ങൾ കടന്നു വരുന്നതാണ്. പാസ്റ്റ് ഈസ് പാസ്റ്റ്, ഇനി എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു ന്യൂ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നതാണ്. ആ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് നിങ്ങളിവിടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, കാരണം ഇവിടെ ഏസ് ഓഫ് കപ്സ് വന്നിട്ട് ഒത്തിരി സ്നേഹം, ഒത്തിരി പീസിൻ്റെ എനർജി, ഒത്തിരി പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇന്നത്തെ ദിവസം വന്നിട്ട്. ഒൺലി തിങ് നിങ്ങളത് മനസ്സിലാക്കണം, അതിനോട് കുറച്ചും കൂടെ അഡാപ്റ്റ് ചെയ്യണം. ഓക്കെ, ആ ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് അത് മെയിനായിട്ട് സത്യം അംഗീകരിച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാകുന്നതാണ്. ഓൾറെഡി ഇതാണ് എൻ്റെ ലൈഫ്, ഇനി എനിക്കെന്ത് ബെറ്ററായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അത് ചിലപ്പോൾ കുറച്ച് പേരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം ഇന്നത്തെ ദിവസം വന്നിട്ട്. അതുപോലെ തന്നെ കുറച്ച് പേരോട് പറയുന്നുണ്ട്, ഓവറായിട്ട് മറ്റുള്ളവരുടെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ ഓവർ വർക്ക് ലോഡ് ഉണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം കുറച്ചും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.